കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയിൽ അണിനിരന്ന 28 പ്രതിപക്ഷ പാർട്ടികൾ. മുന്നണിയിലെ മുഴുവൻ പാർട്ടികളെയും അണിനിരത്തിയുള്ള റാലിയിൽ മോദി സർക്കാരിനെ നേതാക്കൾ കടന്നാക്രമിച്ചു. സർക്കാരുകളെ അട്ടിമറിക്കാൻ മോദി മാച്ച് ഫിക്സിംഗ് നടത്തുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി രാജ്യത്തെ വലിയ ശക്തി പ്രകടനമായി മാറി. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ശരത് പവാർ, ഉദ്ധവ് താക്കറെ, അഖിലേഷ് യാദവ് അടക്കം പ്രധാന നേതാക്കളെല്ലാം രാംലീല മൈതാനിയിലെത്തി റാലിയിൽ പങ്കെടുത്തു. അതിരൂക്ഷ വിമർശനങ്ങളാണ് നേതാക്കളെല്ലാം തന്നെ മോദി സർക്കാരിനെതിരെ ഉയർത്തിയത്. സർക്കാരുകളെ അട്ടിമറിക്കാൻ മോദി മാച്ച് ഫിക്സിംഗ് നടത്തുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ്. ആരെയെല്ലാം നിശബ്ദമാക്കിയാലും രാജ്യത്തെ ജനങ്ങളെ നിശബ്ദമാക്കാൻ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. हमारी टीम में से मैच शुरू होने से पहले 2 खिलाड़ियों को अरेस्ट करके अंदर कर दिया। तो भाइयों और बहनों, ये जो चुनाव हो रहा है, नरेंद्र मोदी जी इस चुनाव में मैच फिक्सिंग करने की कोशिश कर रहे हैं. മോദിയുടെ ആശയങ്ങളെ തകർത്തില്ലെങ്കിൽ രാജ്യവും ജനാധിപത്യവും തകരുമെന്ന് മല്ലികാർജുൻ ഖർഗെ പ്രതികരിച്ചു. डेमोक्रेसी को एक एक करके हमारे संस्थाओं को वो खराब कर रहे हैं, उसका ऐसा गैर इस्तेमाल कर रहे हैं. മോദി പൗരന്മാരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നുവെന്നും ഖർഗെ പറഞ്ഞു. എന്നാൽ മോദിയെ രാവണനോടാണ് പ്രിയങ്ക ഗാന്ധി ഉപമിച്ചത്. എല്ലാം ഉണ്ടായിട്ടും രാവണൻ പരാജയപ്പെട്ടെന്നും സത്യം രാമന്റെ പക്കലെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു. मुझे लगता है कि वे दिखावे में लिप्त हो चुके हैं. सत्ता सदैव नहीं रहती, सदैव नहीं रहती सत्ता. सत्ता आती है, जाती है. अहंकार चूर चूर होता है एक दिन. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ചരിത്രപരമായ പോരാട്ടമാണിതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞു. 400 സീറ്റ് ഉറപ്പിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നവർ പ്രതിപക്ഷത്തെ എന്തിനാണ് ഭയക്കുന്നതെന്ന് അഖിലേഷ് യാദവും ചോദിച്ചു. ഇവർക്കൊപ്പം കെജ്രിവാളിന്റെ ഭാര്യ സുനിതയും ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പനയും റാലിയിൽ പങ്കെടുത്തു. ഒരു കാരണവുമില്ലാതെയാണ് കെജ്രിവാളിനെ ജയിലിലിട്ടിരിക്കുന്നതെന്നും നീതി വേണമെന്നും വേദിയിലെത്തിയ ഭാര്യ സുനിത ആവശ്യപ്പെട്ടു. ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന്റെ സന്ദേശവും സുനിത വേദിയിൽ വായിച്ചു. ഒരു പുതിയ രാഷ്ട്ര നിർമ്മാണത്തിന് എല്ലാവരുടെയും പിന്തുണ തേടുകയാണെന്നും സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടുക തന്നെ ചെയ്യുമെന്നും കെജ്രിവാൾ സന്ദേശത്തിൽ വ്യക്തമാക്കി. ജയിലിലായ പ്രതിപക്ഷ നേതാക്കളുടെ ഭാര്യമാരും റാലിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.